മകന്റെ അടിയേറ്റ അച്ഛൻ 10-ാം നാൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞു. അച്ഛനും മകനും തമ്മിലുള്ള തർക്കം കയ്യാങ്കളിയിലെത്തുകയും ഇതിനിടെ മകന്റെ അടിയേറ്റ് വീണ അച്ഛൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയുമായിരുന്നു. വിളവൂർക്കൽ ചെറുപൊറ്റ പാറപ്പൊറ്റ പൂവണം വീട്ടിൽ രാജേന്ദ്രനാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 4-ന് ഉച്ചയ്ക്കാണ് സംഭവം. രാജേന്ദ്രന്റെ മൂത്ത മകൻ കോൺക്രീറ്റ് പണിക്കാരനായ രാജേഷിനെ സംഭവവുമായി ബന്ധപ്പെട്ട് മലയങ്കീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജേന്ദ്രനും രാജേഷും അടുത്തടുത്ത വീടുകളിലാണ് താമസം. സ്ഥിരമായി ഇവർ മദ്യപിച്ച് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവ ദിവസം രാജേഷും ഇയാളും സുഹൃത്തും വീട്ടിൽ മദ്യപിച്ചിരിക്കുകയും ഈ സമയം അവിടെ എത്തിയ രാജേന്ദ്രനുമായി രാജേഷ് വീട്ടിൽ വസ്ത്രമലക്കിയിടുന്ന അയ പൊട്ടിയതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തർക്കം മൂത്ത് രാജേന്ദ്രൻ മകനെ അടിച്ചു. രാജേഷ് കയ്യിൽ കിട്ടിയ തടിക്കഷ്ണം കൊണ്ട് രാജേന്ദ്രന്റെ മുഖത്തും തിരിച്ചടിച്ചു. അടിയുടെ ആഘാതത്തിൽ ബോധം നഷ്ടപ്പെട്ട രാജേന്ദ്രൻ നിലത്ത് പുറംതല ഇടിച്ചു വീണു. തലയ്ക്ക് വീണ്ടും രാജേഷ് അടിച്ചു. മകന്റെ അടിയിൽ രാജേന്ദ്രന്റെ തലയ്ക്കും മൂക്കിനും ഗുരുതരമായി പരിക്കേറ്റ് ബോധം നഷ്ടപ്പെട്ടു. തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെയാണ് ഇന്ന് ഉച്ചയോടെ രാജേന്ദ്രന്റെ മരണവിവരം മലയങ്കീഴ് പോലീസിന് ലഭിക്കുന്നത്. ഇതോടെ പോലീസ് രാജേഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൂലിപ്പണിക്കാരനായ രാജേന്ദ്രൻ മക്കളുമൊത്ത് മദ്യപാനം പതിവായിരുന്നുവെന്നും മദ്യപാനത്തിന് ശേഷം വഴക്കുണ്ടാകാറുണ്ടെന്നും നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ടൈം ന്യൂസ്, തിരുവനന്തപുരം.